ഹലോ, നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ഈ തേങ്ങയല്ല വേണ്ടത്, ഇതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത്. ഈ അളവിൽ ചക്ക എടുത്തിട്ടുണ്ട്. ഇതിന് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മധുരത്തിന് വേണ്ടി. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചക്കയൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ ഒന്നും അരിയണ്ട. നമ്മൾ പായസം കുടിക്കുമ്പോൾ ഒരു കടിക്കുന്നതിന് വേണ്ടി കുറച്ച് കഷ്ണം കിട്ടത്തില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ശർക്കരപ്പാനി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാലാണ് ഇത്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. അടുത്തത് രണ്ടാം പാൽ എടുക്കുകയാണ്. ശേഷം വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് രണ്ടാം പാൽ ഞെരിയെടുക്കുന്നത്. ഇവിടെ രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട്. ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ ഈ ഒന്നാം പാലിലും രണ്ടാം പാലിലുമാണ്, തേങ്ങയുടെ. അപ്പോൾ നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഈ അരച്ച ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലൊരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. ഒരു ബ്രൗൺ കളറായി വരും. ആ ടൈമിൽ നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കണം. നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഈ ശർക്കര പാനിയും ചക്കയും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ബബിൾസ് ഒക്കെ വന്ന് പൊട്ടും. ഇതാണ് കറക്റ്റ് പരുവം. ഈ ടൈമിൽ നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് പിടിക്കാതെ ഇളക്കി കൊടുക്കേണ്ടിയിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3 ഏലക്ക, ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇച്ചിരി ചുക്കുപൊടി ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ഏലക്കയാണ് എടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് കണ്ടോ, ഈ പരുവത്തിന് കിട്ടണം. ഒന്ന് തിളച്ച് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി വറുത്തിടാം.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ.